മാനസാന്തരത്തിൻ്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര മാഞ്ചിറ സ്വദേശി സുവിശേഷകൻ എൻ അജിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഇമ്മാനുവൽ അസംബ്ലി പെന്റക്കോസ്റ്റൽ ചർച്ച് സഭാ ശുശ്രൂഷകനും സഞ്ചാര സുവിശേഷകനുമാണ് എൻ അജി. മദ്യപാനിയായിരുന്ന ജ്യേഷ്ഠന്റെ മാനസാന്തരത്തിനു വേണ്ടി ദൈവം കടത്തിവിട്ട നിരന്തരമായ അനുഭവങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും സത്യദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടറിഞ്ഞ അജി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യവും എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യവുമായിട്ട് മീഡിയയുടെ മുൻപിൽ എനിക്കായിരിക്കുവാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് അജി എന്നാണ്. ഞാൻ നെയ്യാറ്റിങ്കരയ്ക്ക് സമീപം പ്രായിമൂട് എന്ന സ്ഥലത്ത് ഇമ്മാനുവേൽ അസംബ്ലി പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന ആത്മീയ കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷകനായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത മകൾ +1 പഠിക്കുന്നു, രണ്ടാമത്തെ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനൊരു വചനം പ്രാരംഭമായിട്ട് വായിച്ച അനന്തരം ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8ാമത്തെ അധ്യായം അതിൻ്റെ 32 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു തൻ്റെ മുൻപിൽ വന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ അവർ യേശുവിനോട് പ്രതികരിക്കുന്ന കാര്യം, ഞങ്ങൾ ആർക്കും ദാസന്മാരായിരുന്നിട്ടില്ല. എന്നാൽ നമ്മൾ അവരുടെ പശ്ചാത്തലവും അവരുടെ പാരമ്പര്യവും അവരുടെ ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ആ യേശു അവരോട് സംസാരിക്കുന്ന ആ പ്രസന്റ് ടൈമിൽ അവർ റോമൻ എംപയറിന് അവർ അടിമകളാണ്. അവിടെ പിൻകാല ചരിത്രത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ അവർ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന് അവിടെ അടിമയായിരുന്നു. അപ്പോൾ തന്നെ അവർ ബാബിലോൺ സാമ്രാജ്യത്തിന് അടിമയായിരുന്നു. അവർ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന് അടിമയായിരുന്നു. അവർ അശൂർ സാമ്രാജ്യം അവരെ അടിമയാക്കി കൊണ്ടുപോയി. അടുത്തതായിട്ട് ഗ്രീസ് സാമ്രാജ്യത്തിന് അവർ അടിമയായിരുന്നു. അവരിപ്പോൾ ആയിരിക്കുന്നത് അവർ റോമൻ സാമ്രാജ്യത്തിന് അവർ അടിമകളായിരിക്കുന്ന സമയത്താണ് യേശു അവരോട് സംസാരിക്കുന്നത്, സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ അവർ അത് സമ്മതിക്കുവാൻ തയ്യാറല്ല. ഇന്ന് പകൽ എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നാം അറിഞ്ഞോ അറിയാതെയോ നാം എന്തിനോ ഒക്കെ അടിമയാണ്, അല്ലെങ്കിൽ മനുഷ്യകുലം എന്തിനോ ഒക്കെ അടിമയാണ്, ഏതിനോ അടിമയാണ്. ഏതോ അജ്ഞാത ശക്തിക്കോ, നമ്മുടെ ദൃശ്യ കണ്ണുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത ഏതോ ശക്തിക്ക് മനുഷ്യരൊക്കെ അടിമയാണ്. അടിമയായിരിക്കുമ്പോൾ തന്നെ അവന് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും അടിമയല്ല, ഞാൻ ആർക്കും ദാസനല്ല എന്ന് പറഞ്ഞ് സമർത്ഥിച്ച് തൻ്റെ നീതിയെ, തൻ്റെ ന്യായത്തെ വെളിപ്പെടുത്തുവാനാണ് മനുഷ്യനെപ്പോഴും അവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഞാൻ പശ്ചാത്തലം ഞാൻ പറഞ്ഞു, അവർ പല സാമ്രാജ്യങ്ങൾക്ക് അവർ അടിമയായിരുന്നു. ഇന്നായിരിക്കുന്ന സമയവും യേശുവിൻ്റെ മുമ്പിൽ അവരായിരിക്കുമ്പോഴും റോമൻ എംപയറിന് അവർ അടിമകളാണ്. പ്രിയപ്പെട്ടവരെ, അടിമത്വത്തിൽ നിന്നും
നാം പുറത്തു വരണമെങ്കിൽ യേശു പറഞ്ഞു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രർ. നമ്മളെക്കുറിച്ച് നാം പലപ്പോഴും വിലയിരുത്തുന്നത് നമ്മൾ സ്വതന്ത്രരാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. എന്നാൽ മനുഷ്യകുലം എന്തിനൊക്കെ അടിമകളാണ്. അടിമത്തത്തിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. അത് ഒരിക്കൽ ഇന്ത്യ മഹാരാജ്യത്തിന് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും മനുഷ്യൻ ഭൗതിക മണ്ഡലത്തിൽ അവനൊരു നവോത്ഥാനം ഉണ്ടായെങ്കിലും അവൻ്റെ ആത്മമനുഷ്യനിൽ അവന് നവീകരണം ഉണ്ടായിട്ടില്ല, നവോത്ഥാനം ഉണ്ടായിട്ടില്ല. മനുഷ്യൻ്റെ ആത്മമനുഷ്യൻ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിന്, അവൻ്റെ അകത്തെ മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിച്ചാലാണ് അവനാണ് സാക്ഷാൽ സ്വതന്ത്രൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ സ്വന്തം സ്ഥലം ഞാൻ പറഞ്ഞു, നെയ്യാറ്റിൻകരയ്ക്ക് സമീപം പ്രായിമൂടിനടുത്ത് മാഞ്ചര എന്ന ദേശത്താണ് ഞാൻ വസിക്കുന്നത്. എൻ്റെ പിതൃദേശത്ത് തന്നെ, ഞാൻ പാർത്ത സ്ഥലത്ത് തന്നെ ഒരു ചെറിയ ആത്മീയ ദൈവസഭയും അതിനുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം ദൈവമക്കളുമായിട്ട് അവിടെ ദൈവത്തെ ആരാധിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ബാല്യകാലം ഞാൻ ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ, CSI പാരമ്പര്യമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിലെ വ്യക്തിത്വമാണ്. എൻ്റെ മാതാപിതാക്കൾ അവിടുത്തെ വിശ്വാസികളാണ്. ഞാനും എല്ലാ ഞായറാഴ്ചകളിലും ദൈവാലയത്തിൽ കടന്നു പോവുകയും ആരാധിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും യഥാർത്ഥമായിരിക്കുന്ന സത്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞാൻ ലോകത്തിലെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. എൻ്റെ പപ്പയ്ക്ക് സർക്കാർ ജോലിയൊക്കെ ഉണ്ട്, ഒരു ലാസ്റ്റ് ഗ്രേഡിലുള്ള ജോലിയുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു ചുറ്റുപാടൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യത്യസ്തമായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ പേര് അനിയെന്ന. എൻ്റെ ജ്യേഷ്ഠൻ ഏകദേശം 995 കാലഘട്ടങ്ങളിൽ മദ്യ ദുരന്തമുണ്ടായൊരു കാലഘട്ടം, 100-ലധികം പേർ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടം EK നായനാർ നമ്മുടെ കേരളം ഭരിക്കുന്ന കല്ലുവാതുക്കൽ മദ്യ ദുരന്തം, കേരളം നമ്മുടെ EK നായനാർ ഭരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പാർക്കുന്ന നെയ്യാറ്റിൻകരയുടെ ചുറ്റുപാട്, അതായത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ആ ഭാഗങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ ജ്യേഷ്ഠനോട് ചേർന്ന് ഏകദേശം 10-ലധികം വരുന്ന വ്യക്തികൾ ചേർന്ന് അവർ സ്പിരിറ്റ് വലിയ ലോറികളിൽ ഞങ്ങളുടെ നാട്ടിൽ അവർ കൊണ്ടുവരികയും ഇവിടുത്തെ ഒരു തോട്ടിൻ്റെ കരയിൽ ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിനകത്ത് വെച്ച് വലിയ ബാരലുകളിൽ ആ തോട്ടിലെ വെള്ളം കോരി അതിനകത്ത് ഒഴിച്ച്, അതിനകത്ത് ഈ സ്പിരിറ്റ് ഒഴിച്ച് മിക്സ് ചെയ്ത് അതിനെ ചിന്നയും കന്നാസുകളിലാക്കി റീറ്റെയിൽ കച്ചവടത്തിന് വേണ്ടി, ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുന്ന ഒരു പണിയിൽ എൻ്റെ ജ്യേഷ്ഠൻ അംഗമാണ്. അവരെല്ലാം ഗുണ്ടകളാണ്, നമ്പർ 1 ഗുണ്ടകളാണ്. അടിപിടി ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ പുരയിടത്തിൽ കയറി കരിക്ക് വെട്ടി ഒക്കെ കുടിക്കുന്ന സ്വഭാവമുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ ഒത്തിരി അടിപിടി കേസുകളിലെ പ്രതിയാണ്. അപ്പോൾ തന്നെ ഒരു കൊലക്കേസിലെ പ്രതിയാണ്. ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ ജീവിതം വല്ലാതെ വഴിവിട്ടു പോകുന്ന ഒരു കാലഘട്ടം. അതായത് വ്യാജ ചാരായം വിൽക്കുന്ന സ്ഥലങ്ങളിൽ ചാരായം കൊണ്ട് കൊടുക്കുന്ന ഒരു ജോലിയിലും കൂടെ പുള്ളി വ്യാപൃതനാണ്. ഇദ്ദേഹം ആ ടീമിലെ രണ്ടാമനാണ്. ഇതിൻ്റെ മുകളിൽ ഒരു നേതാവ് കൂടെ ഉണ്ട്, രണ്ടാമനാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജ്യേഷ്ഠൻ്റെ ഈ വഴിവിട്ട ജീവിതം കാരണം ഒരു വീട്ടിലൊരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പപ്പായ്ക്ക് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോലിയുണ്ട്. മക്കളെക്കുറിച്ച് പപ്പയ്ക്കും അമ്മയ്ക്കും വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾ 3 പേരാണ്. ജ്യേഷ്ഠൻ അനി, എൻ്റെ പേര് അജി, എൻ്റെ പെങ്ങൾ അജിത റാണി, ഇങ്ങനെ 3 പേരാണ്. അപ്പോൾ ജ്യേഷ്ഠൻ ഈ കാര്യാദികളിലൊക്കെ പെട്ടു, മദ്യത്തിന് അടിമപ്പെട്ടു. ആൾ നല്ല വെളുത്ത കളറാണ്. മദ്യമൊക്കെ കഴിച്ച് അവൻ്റെ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറി. വെളുത്ത ആൾ ഏകദേശം മഞ്ഞ കളറായി. ഒരു 3 ദിവസമൊക്കെ മദ്യപിച്ചില്ലെങ്കിലും അവൻ്റെ ശരീരത്തിൽ നിന്നും മദ്യത്തിൻ്റെ ദുർഗന്ധം പുറത്തു വരുമായിരുന്നു. പുറമേ കാണുമ്പോൾ തന്നെ ആളിനെ കണ്ടാൽ അറിയാം മദ്യപിച്ച് ഒരു പരിധിക്കപ്പുറം ജീവിതം വഴിവിട്ട വ്യക്തിയാണെന്ന്. മദ്യപിച്ച് വഴിവിട്ട വ്യക്തികളുടെ രൂപം കാണുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് പോലെ മുഖഭാവമൊക്കെ മാറിയ വ്യക്തിയായിട്ട് ഈ ജ്യേഷ്ഠൻ മാറുവാനിടയായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജ്യേഷ്ഠൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയെ മാതാപിതാക്കൾ കണ്ടുകൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായി. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ
വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി സത്യദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് പാപബന്ധിതമായ ജീവിതം വിട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറിയ അജി ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. തൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് അനേകരുടെ ഇടയിലേക്ക് അജി കടന്നു ചെല്ലുന്നു. CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന പപ്പായും അമ്മയും ചില ആത്മീയമായിട്ട് അല്പം കൂടെ മനുഷ്യൻ്റെ ഹൃദയത്തിന് ഉദ്ധാരണം ലഭിക്കുന്ന ആത്മീയ കൂട്ടായ്മകളുമായിട്ട് ചേർന്ന് എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അവിടെ പ്രാർത്ഥനാ വിഷയം മുഖ്യമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മാനസാന്തരമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അമ്മ മാരകമായൊരു രോഗത്തിനടിമയായി. ബൈബിൾ പറയുന്ന രക്തസ്രാവക്കാരി എന്ന് പറയുന്ന ആ സഹോദരിയെ പോലെ വളരെ ആ രക്തസ്രാവം ഉണ്ടായിട്ട് വളരെ രോഗിയും ബലഹീനയുമായി മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി. ചികിത്സകൾ പലതും ചെയ്തു, ഒന്നിലും ഒരു പരിഹാരം അതിൽ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പപ്പായ്ക്കും അമ്മയ്ക്കും ആത്മീയ പ്രകാശനമുള്ള കൂട്ടായ്മകളായിട്ട് ആത്മീയ ബന്ധമുണ്ടെങ്കിലും ഒരു പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു ആത്മീയ സഭയുമായിട്ട് ഒരു പിൻബലം ഞങ്ങൾക്കില്ലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കിടയില്ലാത്ത ആടുകളെ പോലെ ഞങ്ങൾ ആയിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസത്തെ പ്രയർ വയ്ക്കുവാനിടയായി. അങ്ങനെ 2-3 പെന്തക്കോസ്ത് പാസ്റ്റർമാർ, അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി പഴയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാസ്റ്റർ മോഹനൻ, പാസ്റ്റർ സത്യനേശൻ തുടങ്ങി ചില ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ആ ദൈവസഭയിലേക്ക് പഴയക്ക് സമീപം കാട്ടുവിള ചർച്ച് ഓഫ് ഗോഡ് എന്ന ആത്മീയ സഭയിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു ചെല്ലുകയും അവർ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി. തൽഫലമായിട്ട് അമ്മയിൽ നിന്നും ആ രക്തസ്രാവം എന്ന രോഗം അമ്മയെ വിട്ട് മാറുവാനും ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുവാനിടയായ. തുടർന്ന് ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠനും ഈ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ദൈവം അവന് കൃപ കൊടുത്തു. അപ്പോൾ തന്നെ മദ്യപിക്കും, അവൻ പ്രശ്നക്കാരനാണ്, അപ്പോൾ തന്നെ ആരാധനയ്ക്ക് വരും. അവന് വേണ്ടി ഒരു വിവാഹമൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ആരും തന്നെ അവന് പെണ്ണ് കൊടുക്കത്തില്ല. അത്രമാത്രം അവനെക്കുറിച്ച് നാട്ടിൽ സാക്ഷ്യമില്ലാത്തവനാണ്. എങ്കിലും ആലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ച അനന്തരം ഒരു വിവാഹത്തിൻ്റെ വാതിലൊക്കെ അവൻ്റെ ജീവിതത്തിൽ തുറന്നു വന്നു. ചേട്ടൻ്റെ വിവാഹമൊക്കെ നടക്കത്തില്ല എന്നാണ് നാട്ടുകാരും വീട്ടുകാരും ആർക്കും പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾക്കും പ്രതീക്ഷയില്ല, പപ്പായ്ക്കും പ്രതീക്ഷയില്ല, നാട്ടുകാരൊന്നും അവനൊരു ജീവിതം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും ആലയത്തിൽ കടന്നുപോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കർത്താവ് അവന് വേണ്ടി ഒരു തുണയെ കർത്താവ് ഒരുക്കി കൊടുത്തു. ആ തുണയൊക്കെ ഒരുക്കി കർത്താവ് അവൻ തുണ ഒരുക്കി കൊടുത്ത അനന്തരം അവരും കുടുംബമായിട്ട് ആലയത്തിലേക്ക് കടന്നു വരുമായിരുന്നു. ഞങ്ങളുടെ വീടുമായിട്ട് ഏകദേശം 3-4 കിലോമീറ്റർ അകലെയാണ് ആ ചർച്ച്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ അവിടുത്തെ വരവൊക്കെ നിർത്തി. ഞങ്ങളുടെ വീടിനടുത്തൊരു IPC ചർച്ചുണ്ട്. ആ ചർച്ചിലേക്ക് അവർ കുടുംബമായിട്ട് കടന്നുപോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ സ്പർശിച്ചു. അവൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ടു. ജ്യേഷ്ഠനും തൻ്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ച് അവർ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ തോടുണ്ട്, അവിടെ അവൻ പണ്ട് ചാരായം മിക്സ് ചെയ്യാൻ വേണ്ടി ആ വെള്ളമെടുക്കുന്ന ആ തോട്ടിൽ തന്നെ അവൻ സ്നാനപ്പെടുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ദേശത്ത് അവൻ ഒരു സാക്ഷിയായിട്ട് ഈ ദിവസങ്ങൾ ജീവിക്കുന്നുണ്ട്. വിശേഷിച്ച് ഞാനവിടെ ശുശ്രൂഷിക്കുന്ന സഭയിൽ അവൻ വിശ്വാസിയായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ അവന്, മൂത്ത മകൻ +2 പഠിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു മകളുണ്ട്, അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 കുഞ്ഞുങ്ങളുടെ പിതാവായിട്ട് ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കാരനാണ്. അപ്പോൾ തന്നെ വീട്ടിൽ 2-3 പശുവൊക്കെ ഉണ്ട്. അങ്ങനെ ചില കൃഷിയും മാട് വളർത്തും അങ്ങനെ മറ്റു ജോലിയൊക്കെ ആയിട്ട് അവനവിടെ സ്തോത്രം ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് ആ സുവിശേഷത്തെക്കുറിച്ച്
ഞങ്ങൾക്ക് വേണ്ടും വണ്ണം വെളിച്ചമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഒരു ഭീകരമായിരുന്ന അന്തരീക്ഷമായിരുന്നു. ഒന്ന്, മകനെക്കുറിച്ചുള്ള സ്വസ്ഥത അമ്മയ്ക്കും അപ്പയ്ക്കും ഇല്ല. അപ്പോൾ തന്നെ അവൻ കാരണം പലപ്പോഴും പോലീസ് ഞങ്ങളുടെ വീടിനെ പിക്കറ്റ് ചെയ്യാറുണ്ട്. ഒരു രാത്രി ഞാൻ ഓർക്കുകയാണ്, ജ്യേഷ്ഠനെ നോക്കി വന്ന ഗുണ്ടകൾ അവൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നിറങ്ങി മാറിക്കൊണ്ടും പോലീസ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ വെളി വന്ന് കൂട്ടുകാരൻ്റെ പേരാണ് പറഞ്ഞത്. ഞാൻ ഇന്ന ആളാണ്, പെട്ടെന്ന് അനിയണ്ണം ഇറങ്ങി മാറിക്കൊള്ളണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വീടിനകത്തുണ്ട്, അവൻ വീടിനകത്തില്ല. ഞാൻ പെട്ടെന്നിറങ്ങി പുറത്തോട്ട് മാറി വേറെ വീട്ടിലോട്ട് മാറാൻ വേണ്ടി പോയപ്പോൾ അവിടെയിട്ട് അവർ എന്നെയും ഉപദ്രവിക്കുവാൻ രാത്രി ഉപദ്രവിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ഒരു പ്രത്യേക ഭീകരാന്തരീക്ഷം, പോലീസ് വരുന്ന വീട്, ഗുണ്ടകൾ വരുന്ന വീട്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക അന്തരീക്ഷത്തിലായിരുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് യേശുവിൻ്റെ സ്നേഹം കടന്നു വന്നപ്പോൾ ആ പോലീസ് വരുന്ന അവസ്ഥ, മദ്യപാനത്താൽ ഉണ്ടാകുന്ന ഒരു ഭവനത്തിനകത്തുണ്ടാകുന്ന അരോചകമായിരിക്കുന്ന അവസ്ഥകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, പലപ്പോഴും രോഗികളും ബലഹീനരുമായിട്ട് ഞങ്ങളുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, ഈ അവസ്ഥകൾക്കെല്ലാം ഞങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുകയും യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളായിരിക്കുന്ന വിശ്വാസ സ്നാനത്തെ ഞങ്ങൾ അനുസരിക്കുകയും അത് ചെയ്യുവാനൊക്കെ തയ്യാറായി യേശുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുവാൻ ഞങ്ങൾ മനസ്സുവെച്ചപ്പോൾ, ദൈവകൃപയാൽ ഞങ്ങൾ മനസ്സുവെച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉദ്ധാരണങ്ങൾ സംഭവിക്കുവാനിടയായി തീർന്നു. ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഞാനും ചില ബിസിനസ്സുകളായിട്ട് 2-3 ലോറി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതിനുള്ള ബന്ധത്തിൽ മണലിറക്കി ബിസിനസ്, ഇഷ്ടിക നാഗർകോവിൽ നിന്നും റാന്നി, തിരുവല്ല ഭാഗങ്ങളിലേക്കൊക്കെ കൊടുക്കുന്ന, അതുപോലെ തന്നെ അതിൻ്റെ ഓർഡർ പിടിച്ച് വീടുകൾക്ക് ഇറക്കി കൊടുക്കുന്നതൊക്കെ ബിസിനസ്സായിരുന്നു. ആ ബിസിനസ് മേഖലയിൽ നിന്നും അതിനെയൊക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവുമായിട്ടൊക്കെ ആയിരിക്കുവാൻ ഏകദേശം 10 വർഷമായിട്ട് ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനേക കൺവെൻഷൻ സ്ഥലങ്ങളിൽ, അനേക പരസ്യ സ്ഥലങ്ങളിൽ, അനേക സഭകളിലൊക്കെ മാറി മാറി ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ നാളുകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒത്തിരി പറയാനൊന്നും എനിക്കില്ല, എങ്കിലും അതിലുപരിയായിട്ടുള്ള നിലകളിൽ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നിലകളിലൊക്കെ ഞങ്ങൾ ആയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ചിന്തിച്ചാൽ പലപ്പോഴും ഞങ്ങൾക്ക് പറയാൻ കഴിയും, ചിലപ്പോൾ ഈ ലോകത്തു നിന്നൊക്കെ നശിച്ചു പോകേണ്ടവർ, അന്യപ്പെട്ടു അതാണ് നമ്മുടെ പഴയകാല അനുഭവങ്ങൾ. എന്നാൽ ദൈവം വലിയ മാറ്റങ്ങളെ, വലിയ ഉദ്ധാരണങ്ങളെ വരുത്തി. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ചർച്ചിൻ്റെ ഒരു ക്രമീകരണം ചെയ്ത് അവിടെയാണ് ഞങ്ങൾ ചെറിയൊരു കൂട്ടം ജനം, ജ്യേഷ്ഠനടക്കം ഞങ്ങളുടെ പിതാവടക്കം എൻ്റെ മാതാവ് കർത്താവിൽ നിദ്ര പ്രാപിക്കുവാനിടയായി. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. സ്തോത്രം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത്, യേശു സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. യേശുക്രിസ്തു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിൽ, ഞങ്ങളുടെ അഡ്രസ്സ് മാറ്റിയെങ്കിൽ, ഞങ്ങളുടെ ഡ്രസ് കോഡ് മാറ്റിയെങ്കിൽ, ഞങ്ങളെ വേറെ ഒരു മനുഷ്യനാക്കി മാറ്റിയെങ്കിൽ, നിങ്ങളെയും യേശു അനുഗ്രഹിക്കുവാൻ, വിടുവിക്കുവാൻ, സ്ഥിതി മാറ്റുവാൻ, ഇതുപോലുള്ള ജീവിതത്തിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലായിരിക്കുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാനും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനും യേശുക്രിസ്തു മതിയായ ദൈവമെന്നുള്ള ആ സന്തോഷമാനത്തോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവേ, ഈ മീഡിയയുടെ മുൻപിൽ അവിടുത്തെ സാക്ഷ്യവും അടിയങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സാക്ഷ്യവുമായി കർത്താവെ ആയിരിക്കുവാൻ കൃപ ചെയ്തു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നവീകരണം, നവോത്ഥാനവും നടക്കത്തില്ല എന്ന് ഞങ്ങൾ വിധിച്ചിരുന്ന ഭാഗത്ത് നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച്, ഞങ്ങളെ വിടുവിച്ച്, ഞങ്ങളെ വേറെ ഒരു മനുഷ്യരാക്കി മാറ്റിയ സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ശ്രോതാക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയവരാരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കർത്താവെ, അവരെ രക്ഷിക്കണം, അവരെ വിടുവിക്കണം. അവരുടെ ഭവനത്തിൽ നവോത്ഥാനം ഉണ്ടാകണം, അവിടെ ഹൃദയത്തിൽ നവീകരണം ഉണ്ടാകണം.
അവർ യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുത്ത് സൃഷ്ടായുസ് ജീവിതത്തിലെ വെല്ലുവിളികളെ മുമ്പിൽ അതിൻ്റെ മുമ്പിൽ പതറിപ്പോകാതെ യേശുവിന് വേണ്ടി ജീവിച്ച് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ജീവിതത്തിൽ അനുഭവിച്ച് നിത്യതയുടെ നിത്യതയെക്കുറിച്ച് ലക്ഷ്യബോധമുള്ളവരായി വരുവാനുള്ള രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. പോയ കാലം ക്രിസ്തുവിനെ അറിയാതെ കഴിഞ്ഞ കാലത്തു നിന്നും ഇന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിതം തുടരുന്ന അജി ഇന്ന് ഇമ്മാനുവൽ അസംബ്ലി പെന്തക്കോസ്തൽ സഭാ ശുശ്രൂഷകൻ എന്ന നിലയിലും സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിലും സുവിശേഷത്തിൻ്റെ വയലുകളിൽ തൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും തുടരുകയാണ്. നെയ്യാറ്റിൻകര മാഞ്ചര സ്വദേശി സഞ്ചാര സുവിശേഷകൻ അജിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.